വേടനെതിരെ വീണ്ടും പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി യുവതികൾ. വിവാഹ വാഗ്ദാനം നൽകി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി. മുത്തി, 2 യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നുള്ളതായിരുന്നു 2 യുവതികളുടെയും ആവശ്യം. അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ പരാതി നൽകിയിട്ടുണ്ട്. 2 പരാതികളാണ്. 2020 ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ. നമസ്കാരം. വേടനെതിരെ വീണ്ടും പരാതി. ഈ വട്ടം മുഖ്യമന്ത്രിക്കാണ് പരാതി ചെന്നേക്കുന്നത്. 2 യുവതികളും മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം കൊടുത്തിരുന്ന കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ് ഹൈക്കോടതി. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി ചെന്ന സ്ഥിതിക്ക് ആ കാര്യവും കഷ്ടമാണ്. വേടൻ ഇപ്പോൾ ഒളിവിലാണ്. ഈ പരാതിയൊക്കെ തന്നെ വേടൻ നിഷേധിച്ചിട്ടുണ്ട്. എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ട് പലരും ചെയ്യുന്നതാണ് എന്നാണ് വേടൻ പറയുന്നത്. പക്ഷേ നമ്മൾ കുത്തഴിഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഏതായാലും ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പഠനം വരെ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ തീരുമാനിച്ചേക്കുന്നത്. വേടന്റെ പാട്ടുകൾ എടുത്ത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതം നയിക്കുന്ന കലാകാരനാണ് വേടനെന്ന് ഇപ്പം ഏകദേശം പിടികിട്ടി കഴിഞ്ഞു. ഇവിടെ ഇപ്പം ജാതിക്കാടൊന്നും ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ജാതി ഏതായാലും നമ്മുടെ മതം ഏതായാലും ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നേരായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കെതിരെ എന്ത് ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾക്ക് ഒളിച്ചോടേണ്ട കാര്യമില്ല. പക്ഷേ നേരായ മാർഗത്തിലല്ല ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ തെറ്റുകൾ ചെയ്ത് കുത്തഴിഞ്ഞൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ആ കുത്തഴിഞ്ഞ ജീവിതം നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആ വേട്ടയാടലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേടൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരും തെറ്റുകാരാണ്. വേടൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും തെറ്റ് തന്നെ അവരും ചെയ്തിട്ടുണ്ട്. അവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. നിയമത്തിന്റെ മുമ്പിൽ അവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഒരു മൊറാലിറ്റിക്ക് മുമ്പിൽ അവരും തെറ്റുകാരാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ വേടൻ ഒരു പബ്ലിക് ഫിഗറാണ്. ഒരുപാട് ആൾക്കാർ വേടനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈവൻ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വേടനെ ഫോളോ ചെയ്യുന്നത്. വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, പാട്ടിലൂടെയുള്ള വേടന്റെ പ്രതിഷേധം ഇഷ്ടമാണ്. അപ്പം നമ്മൾ വലിയ ഉപദേശം നടത്തുന്ന വ്യക്തിയാണ് വേടൻ. സ്റ്റേജിലൊക്കെ കയറി നിന്ന് എന്തൊക്കെ ഉപദേശമാണ് വേടൻ നടത്താറുള്ളത്. പക്ഷേ നമ്മുടേത് കുത്തഴിഞ്ഞ ജീവിതമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. നമുക്ക് ആരെ ഉപദേശിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ ജീവിതം നേരെയാക്കിയിട്ട് നമ്മുടെ ജീവിതം കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂ. നേരെ മറിച്ച് എല്ലാ തെറ്റുകളും ചെയ്തിട്ട് ചേട്ടനോടൊന്നും തോന്നല്ലേ മക്കളെ, നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുല്ല് വില മാത്രമേ ആൾക്കാർ തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ജാതി ഇറക്കാൻ പറ്റത്തില്ല. വേടന്റെ ജാതി കൊണ്ടാണ്, ആ ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ഉയർന്നു വന്നതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നൊക്കെ പലരും പറയും. ഇവിടെ നമുക്ക് ജാതിയോ മതമോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കാണിച്ച തെറ്റ്, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുക, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഹിസ്റ്ററി, ആ മനുഷ്യന്റെ പാസ്റ്റിൽ നിന്നുള്ള ചില തെറ്റുകൾ ആ മനുഷ്യനെ വേട്ടയാടുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. അതിൽ 2 വ്യത്യസ്തമായ പരാതികളാണ്. 2 പേരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. യുവതികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തുന്നു എന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ പരാതിയുടെ ഉള്ളടക്കം ഇതാണ്. ഇത് 2 പരാതികളും 2020-21 കാലയളവിലാണ് നടക്കുന്നതായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെയാൾ ഈ സംഗീതത്തിൽ, പ്രത്യേകിച്ച് ഈ റാപ്പ് സംഗീതത്തിൽ അടക്കം അത് ഈ വേടൻ അതിൻ്റേതായ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഈ വിഷയങ്ങൾ, സംഗീതത്തിന് അദ്ദേഹം വിഷയമാക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഗവേഷണം നടത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് വേടനെ സമീപിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഒരു അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് തന്നെ അതിക്രമം തനിക്കെതിരെ നടത്തി എന്നതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. നേരത്തെയും ഈ രീതിയിലുള്ളൊരു പരാതി മീറ്റു വെളിപ്പെടുത്തൽ ആ ഒരു സമയത്തെല്ലാം തന്നെ ഇവർ പരാതി ഉയർത്തിയതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത് ഈ വേടനോടുള്ള വേടൻ്റെ സംഗീതത്തോടും മറ്റു സംഗീത പരിപാടികളോടുമെല്ലാം തന്നെ ഒരു ആരാധന കൊണ്ട് വേടനോട് ഒരു സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. ഈ സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് വേടൻ ഈ രീതിയിലേക്ക് തന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് രണ്ടാമത്തെ പരാതിയുടെ ഉള്ളടക്കമായിട്ട് പറയുന്നത്. ഈ 2 പേരും ഇപ്പോൾ
മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഈ പരാതി ബോധ്യപ്പെടുത്താനാണ് ആ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ വേടനെതിരായ ഈ ഒരു പരാതിയിൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇയാളുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലാണ്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇതിൽ ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഇന്ന് ആ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസമാണ് പുതിയ 2 പരാതികൾ അപ്പോൾ അതിൽ ഉയർന്നു വരികയും ചെയ്യുന്നത്. പഴയ പരാതിക്കെതിരെ വേടൻ വരുന്ന ആരാധികമാരെ ഒക്കെ തന്നെ വേടൻ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുകയാണ്. ഇവിടെ വേടന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വേടൻ അത് എളുപ്പത്തിൽ തെളിയിക്കാൻ പറ്റുമായിരുന്നു. പണ്ട് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിവിൻ പോളി ഉൾപ്പെടുന്നൊരു കേസ്. അവിടെ നിവിൻ പോളിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ നിവിൻ പോളിക്ക് തെളിയിക്കാൻ പറ്റി. കാരണം എന്താണ്, നിവിൻ പോളി അവിടെ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ പറ്റാത്തത്. ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അദ്ദേഹത്തിന് പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പറയുന്നത് വെറും ആരാധികമാര് മാത്രമാണ്, ഞങ്ങൾക്ക് തമ്മിൽ സൗഹൃദം മാത്രമാണ്, പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ബന്ധമാണ്. ഈ വരുന്ന ആരാധികമാരോടൊക്കെ തന്നെ എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത്? വരുന്ന എല്ലാ ആരാധികമാരോടും എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത്? നമ്മളൊരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഒരുപാട് ആരാധികമാർ നമ്മളുടെ അടുത്ത് വരും. ഇപ്പോൾ പല സിനിമാ നടന്മാരുണ്ട്. അവരുടെ അടുത്തൊക്കെ ഒരുപാട് ആരാധികമാർ ചെല്ലും. ഈ ആരാധികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരോട് ഭയങ്കര ആരാധനയായിരിക്കും. അപ്പൊ അവര് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ ആരാധികമാരും അങ്ങ് വീണു പോകും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? നമ്മൾ പബ്ലിക് ഫിഗർ ആണ്. എല്ലാവരും നമ്മളെ മാനിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കൊച്ചു പിള്ളേർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് പാസ്റ്റർ വേടൻ നേരത്തെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ള കുറെ കേസുകൾ വേടന്റെ പേരിൽ ഉണ്ടായിരുന്നു. അത് പാസ്റ്റ് ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഇപ്പൊ അത്യാവശ്യം ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സമയത്ത് ഇത്തരം ആരാധികമാരെയൊക്കെ കാണുമ്പോൾ എന്തിനാണ് ആ ആരാധികമാരുടെ വലയിലേക്ക് വീണു പോകുന്നത്? എന്തിനാണ് ഇവളുമാർക്കൊക്കെ വിവാഹ വാഗ്ദാനം നൽകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഒരിക്കലും ആ യുവതികളെ ന്യായീകരിക്കത്തില്ല. അവർ തെറ്റുകാരികൾ തന്നെയാണ്. വേടൻ എത്രത്തോളം തെറ്റ് ചെയ്തോ അത്രയും തെറ്റ് തന്നെ അവരും ചെയ്തിട്ടുണ്ട്. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകുമ്പോഴേക്കും അയാളുടെ കൂടെ അങ്ങ് പോകാൻ നിൽക്കുകയാണ്. ഹോട്ടലുകളിലേക്കും റൂമുകളിലേക്കും അങ്ങ് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് വർഷങ്ങളോളം ഹോട്ടലിലും റൂമിലും ഒക്കെ പോയി ഇവരോടൊപ്പം തങ്ങിയതിനു ശേഷം പിന്നീട് എന്നെ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ വേടനും ഇവിടെ തെറ്റുകാരനാണ്. നമ്മൾ പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. അവരോടൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഒരു മിനിമം ഡിസ്റ്റൻസ് ഇട്ട് മാത്രം സംസാരിക്കുക, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഈ കാണുന്നവരുമായിട്ടെല്ലാം റിലേഷൻഷിപ്പ് ആകാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് കുത്തഴിഞ്ഞ ജീവിതം എന്ന്. അതിപ്പോൾ നമുക്ക് എന്ത് അട്രാക്ഷൻ തോന്നിയാലും, ഒരു മനുഷ്യന് പല രീതിയിലുള്ള അട്രാക്ഷൻ തോന്നും. ഫിസിക്കൽ അട്രാക്ഷൻ, സെക്ഷൽ അട്രാക്ഷൻ, അങ്ങനെ പല രീതിയിലുള്ള അട്രാക്ഷൻ തോന്നും. പക്ഷേ നമ്മുടെ നിലയും വിലയും മറന്ന് നമ്മൾ ഓരോ പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വേടൻ പറയുന്നു, എൻ്റെ വളർച്ചയിൽ ദേഷ്യം കൊണ്ടാണ്, എൻ്റെ വളർച്ച കാരണം അസൂയപ്പെട്ടിട്ടാണ്. വളർച്ച കാരണമാണെന്നുണ്ടെങ്കിലും അസൂയയാണെന്നുണ്ടെങ്കിലും വേടൻ ഇവിടെ തെറ്റ് ചെയ്തല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുക. വേടന് തെളിയിക്കാൻ സിമ്പിളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് ഇങ്ങനെ വന്ന് പറയുമ്പോഴേക്കും ആ പെങ്കൊച്ചിന്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റോ അങ്ങനത്തെ സംഭവമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വരത്തില്ലല്ലോ. മുഖ്യമന്ത്രിയെ വരെ എന്തായാലും സമീപിച്ചു. മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ നല്ല തെളിവുകളോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് സമീപിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ ഒന്നും നമുക്ക് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുപോയി പരാതിയൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി മുഖ്യമന്ത്രിയെ കാണാനും പറ്റത്തില്ല. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് കയറി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയധികം വിഷയമായി, ഇടയ്ക്ക് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു, വലിയ കേസായി, വഴക്കായി. അപ്പോൾ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം തെറ്റുകൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനും കൂടി വരുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ഒന്നെങ്കിൽ അങ്ങ് ഉപദേശിക്കാതിരിക്കുക. സ്വന്തം ജീവിതം കുത്തഴിഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയുമില്ല, ഒരു യോഗ്യതയില്ല.